നേരത്തെ എഴുന്നേറ്റ് തിരുവല്ലാമല അമ്പലത്തിൽ പോവാണ്. കാരണം നേരത്തെ എഴുന്നേറ്റ് രാവിലെ എടുത്ത വീഡിയോ ആയിരുന്നത്. നമ്മൾ ഇനി നമുക്കൊന്ന് കുളിച്ചിട്ട് വരാം. കുളിച്ചിട്ട് വന്നിട്ട് കാണാം. കുളിച്ച് വരാം ഗൈസ്. കുളിച്ചിട്ട് വരാം കേട്ടോ. കുളിച്ച് വന്നിട്ട് അതുവരെ കുളിച്ച് വരുന്നവരെ വെയിറ്റ് ചെയ്യും ഗൈസ്. കുളിച്ച് വരുന്നവരെ കുളിച്ച് റെഡിയായി ഡ്രസ്സൊക്കെ ഇട്ട് സുന്ദരന്മാരല്ലേ കൊണ്ടെടുക്കണമെന്ന് വിചാരിച്ച, പക്ഷെ വേണ്ട. ഡ്രസ്സ് ഇട്ട് നമ്മൾ ഇട്ടിരിക്കുന്നു. നമ്മളിനി നേരെ തിരുവല്ലാമലയിൽ കാണാം. നമുക്ക് അവിടേക്ക് ഒരാൾ കൂടി വരാറുണ്ട്. കാരണം ആവുന്നതിന് ശേഷം നമുക്ക് കാണാം. എത്ര നേരം എഴുതി നമ്മൾ എഴുതുന്നത് റോൾ ഫേസ് എന്ന് പറയുന്നത്. എന്തോ ലിഷ? ഹലോ ഹലോ ഹലോ, എന്താ ലിഷ? ആ ശരി. ഓ ആ ആ ശരി. വെല്ലിശ വിളിച്ച അപ്പൊ പറഞ്ഞേ നേരത്തെ ഇറങ്ങണ്ട. വെല്ലിശം വരുമ്പോ വിളിക്കൂന്ന്. അപ്പൊ ഇറങ്ങി വന്നാ മതിയില്. ആ നടന്നോണ്ടിരിക്ക. ഏതൊഴിക്കൊണ്ട് ആ ആ ഈ വഴി കൂടെ നടക്കണല്ലേ? 3 മണിയപ്പോ എന്താണ് സൂപ്പറായിട്ടല്ലോ. ഇരുട്ട് ഇഞ്ചാതിരി ഇരുട്ട്. വവ്വാല് പറക്കും. ഒളിച്ചുണ്ട്. കൊട പിടിക്കോ വീടെടുത്തോണ്ടിയേ. ഇവിടെ എത്തിയിട്ടില്ലല്ലേ? നമ്മൾ നടന്നുകൊണ്ടിരിക്കുകയാണ്. ഇത്തിരി കൂടി ഉണ്ട്. ഞങ്ങളുടെ വെള്ളം ചാതിരി വെള്ള ഉണ്ടാ ആച്ചാ. ആ തണുപ്പെന്ന് പറഞ്ഞാൽ ചാതിരി തണുപ്പാ. രാവിലെ എഴുന്നേക്കാൻ രാവിലെ പുലർച്ചെ എഴുന്നേറ്റിട്ടാണ് നടക്കണം. ആദ്യമാണ് ഇപ്പം ഞാൻ നേരത്തെ കുറേ ദിവസങ്ങൾക്ക് മുമ്പാണ് 6 മണിയൊക്കെ ആകുമ്പോൾ എഴുന്നേക്കാം. പിന്നെ ആദ്യമായിട്ട് 4 മണിയായപ്പോൾ എഴുന്നേറ്റു. ഇതിനെ മേടിക്കത്തില്ല. ആ വന്നു പോവാ. എന്താ തൊപ്പിട്ട് അങ്ങ് പോവാ. അവിടെ വേണം നമുക്ക് നടന്നുകൊണ്ടിരിക്കുക.
ഇജാതിരി വെള്ളം എന്ന് പറഞ്ഞാൽ ഇജാതിരി വെള്ളം കൊന്നു വെള്ളം കാഴ്ച എൻ്റെ റോഡിൽ. പിരിങ്ങാവ് സെൻറ്റർ ട്രോസിൻ്റെ അവിടെ ആയിട്ട് വരും വീട്. പാലത്തിൻ്റെ അവിടെ ഒരു ഒക്കെ ഫുള്ള് പറമ്പാണ്. അപ്പുറത്തൊരു വീടുണ്ട്. ഇതാണ് നമ്മുടെ തോട്, പിരിങ്ങാവ് തോട്. ടയണ്ടേ കാണത്തില്ല, ടയണ്ട് അധികമായിട്ട് കാണത്തില്ല. നടക്കാം. അച്ഛാ സംസാരിച്ചിട്ട് നടന്നു കേട്ടാ, സംസാരിച്ചിട്ട് നടന്നു വരുമോ? റെക്കോർഡ് ചെയ്യാനാ? ആ സംസാരിച്ചിട്ട് വരുമോ? ആ അപ്പോൾ സംസാരി. ആ പറ 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 എന്തായാലും സംസാരിക്കും. ആ സംസാരിക്കേ. നാളെ ചേട്ടൻ പാമ്പിനെക്കാട്ടുകാവ് മറ്റേ മാള കഴിഞ്ഞിട്ട് നമ്മളെ പാലത്തിൻ്റെ അവിടെ വരെ എത്തി. നമുക്ക് പാലത്തിൻ്റെ അപ്പുറത്ത് പറയണം, ഇതാണ് വേണ്ടത്. അത് നല്ല ഒഴുക്കുണ്ട് ഗൈസ്. റോഡിൻ്റെ അവിടെ വരെ എത്തി, റോഡിൻ്റെ അവിടെ വരെ എത്തിയിട്ട് ആലത്തു കണ്ണോട് കണ്ടപ്പോൾ കണ്ടെത്തി ഞാൻ 1000 താരകൾ പൂത്തുലഞ്ഞു. പിന്നെയും പിന്നെയും കണ്ട നേരം പുഞ്ചിരി പൂത്തുലഞ്ഞു. കാണാതെ വയ്യുന്ന തോന്നലായി, കണ്ടിട്ടും കണ്ടിട്ടും പോരാതായി. തൊട്ടപ്പോൾ ആത്മാവിൽ തേൻ നിറഞ്ഞു, പൂപോലെ നീ വിരിഞ്ഞു. ഉള്ളിലൊളിച്ചൊരു മോഹമല്ല, കള്ളത്തരങ്ങളെ ഉള്ളികളെ കണ്ട നേരം കൊണ്ടൊരു മിന്നലായി. മിന്നൽ തത്തക്കിളിയെ കുഞ്ഞിപ്പാറ കൂട്ടിലെത്തൂലേ നിറയെ ചിന്തിച്ച് കൊതിയാ. കുറുമ്പേ കള്ളക്കുറുമ്പേ ഉള്ളിലോ നാണമെന്താണ് മുത്തിപ്പ അഴകെ ചങ്കുലക്കണ ചോദ്യം രാതിയമെൻ്റെ ജണ്ടായി എന്ന തുകം തീരൂലേ ചോദിക്കാറി നാളറിഞ്ഞൊരു താലി കോർത്തും പണ്ടേ കൂടിക്കൂട്ട ഞാൻ മഴവിൽ ചന്ദനേ ചന്ദനേ നന്ദാനേ നന്ദാനേ തന്താനന്ദാനേ. അച്ചോ അതെ, ഇവിടെ പന്നി വന്നിട്ടുണ്ടായിരുന്നു, കാട്ടുപന്നി. നമ്മുടെ അവിടെ പെരിങ്ങയില് ആ വെള്ളപ്പൊക്കത്തിൻ്റെ അന്ന് വന്നിട്ടുണ്ടായിരുന്നു. ആറെണ്ണം വന്നിട്ടുണ്ടായിരുന്നു. അതിൽ ഒരെണ്ണത്തിന് ഞാൻ കണ്ടു വെള്ളപ്പൊക്കത്തിൽ ഒഴുക്കില് പോണ കണ്ടു. ആ ഒഴുക്കിവിടുന്നു, ആ വഴിക്കൂടുന്നു അങ്ങോട്ട് വരുന്നു. പക്ഷെ അതിൽ ഭയങ്കര വില. പക്ഷെ അതിന് വരാഹമൂർത്തി ആയതുകൊണ്ട് വരാഹമൂർത്തിനൊന്നും ഉപദ്രവിക്കാൻ പാടില്ല. പക്ഷെ വരാഹമൂർത്തിക്ക് നമ്മൾ ഉപയോഗിക്കുക, അതിനൊരു കുഴപ്പമില്ല പറഞ്ഞ പോലെ. അപ്പൊ ഏതാ വണ്ടി ഏതാന്ന് തോന്നുന്നു. അവിടെ സ്കൂട്ടർ പോടൂ. അച്ഛാ ഇത്തിരി ഇറങ്ങിയിരിക്കട്ടാ, ഇത്തിരി ഇറങ്ങിക്ക്. വണ്ടി പോയിക്കൊണ്ടിരിക്കുക. ഇതുവരെയായിട്ടാ വണ്ടി വന്നിട്ടില്ല. ഭയങ്കര കേട്ടാ, നേരെ വെളിച്ചിട്ടില്ല. ഇപ്പൊ വെളിച്ചിട്ടാണ് എടുക്കണത്. കണ്ണടിച്ച് പോകുന്നു, ഭയങ്കര വെളിച്ച് ആണ്. പോസ്റ്റ് ഞങ്ങളുടെ പ്രാണികൾ. വണ്ടി ബുള്ളറ്റ്
പൊളിച്ചിട്ടുണ്ട് വീഡിയോ പൊളിച്ചിട്ടുണ്ട്. ബുള്ളറ്റ് ഇജാതിരി സ്പീഡ് പൊള്ളിസാണ്. ബാക്ക് ലൈറ്റ് ഇടും, അപ്പൊ വീഡിയോ ഇടും. അപ്പൊ ഫേസ് രാത്രി ആണെങ്കിൽ ഇല്ല. ഇതാണോ? അപ്പൊ നമ്മള് ഇട്ടായോണ്ട് നമ്മൾ ഈ വെളിച്ചിടും. വണ്ടി വന്നു തോന്നുന്നു. ഇപ്പൊ ഗൈസ് വണ്ടി വന്നു അതാന്ന് തോന്നുന്നു. അതാണ് ഗൈസ്. എന്താ വണ്ടി നോക്കിയ മോനെ സീനാണ്. അതോടെ ചാട്ടില്ല. ഞാൻ റെക്കോർഡ് ചെയ്യാ വീഡിയോ. അപ്പൊ ഞാൻ ഇവിടെ ഇരിക്ക. അല്ല എനിക്ക് കറക്റ്റ് ആയിട്ട് റെക്കോർഡ് ചെയ്ത് കിട്ടുന്നത്. വല്യമ്മേത്തര് കയറിക്കോ. വല്യമ്മ കയറി. പോവണ അടച്ചോ അങ്ങ് പോവാ. ഇത്തിരി ഗ്യാപ്പരണ്ടാ റെക്കോർഡ് ചെയ്യാൻ. വല്ലിശ ഇന്നലെ ഇട്ട വീഡിയോ ഇല്ലേ, അതിന് കിട്ടി വീണ്ടും. നാളെപ്പുറത്തേക്കല്ല പോണ്ടേ, മറ്റേ റോഡ് മഹാടെ ഇതാവുമ്പോ സൗകര്യമായിട്ട് നമുക്ക് ആ തലയിൽ നിന്ന് കയറി ഇന്നത്തിക്കൂടെ ഇതും പോകുന്നുണ്ടോ എന്തുകൊണ്ടില്ലേ? ഇന്ന് മുമ്പ് കണ്ടില്ല അല്ലേ? ഇവിടെ വന്നിട്ടില്ല നമ്മുടെ അവിടെ വരാറുണ്ടല്ലേ? എത്ര മണിക്ക് എഴുന്നേറ്റു? അതാണ് ഈ കണ്ടിന്യൂറ്റി ഇല്ലാണ്ട് നിന്നാലേ. ഇതുപോലെ ഗ്യാപ്പ് ഇട്ട് കഴിഞ്ഞാൽ കുഴപ്പമില്ല. ഇതിപ്പോ വേറെ ഒന്നുമില്ലേ, നമ്മളോട് പെയ്യണ വെള്ളം നിൽക്കും, വരണ വെള്ളം ഉണ്ടാവില്ല. അതാണ് പ്രശ്നം. അവിടെയാണ് നല്ല. പിന്നെ അത് മാത്രമല്ല പാലത്തിന് ഒഴുക്കില്ല, അതൊക്കെയാണ് പ്രശ്നം. പിന്നെ മാതിരി ഉള്ള തോടും കനം കുറഞ്ഞു, ഭയങ്കര പ്രശ്നമാണ്. മരങ്ങൾ അതെ. പെരിങ്ങാവില് മറ്റേ നമ്മുടെ പാലല്ലേ, ആ പാലത്തിൽ വലിയൊരു മരം വന്നിട്ട് കട ഫുള്ളായിട്ട് പൊഴുകിയിട്ടേ അത് മുറിച്ച് എത്ര പണി പറ്റാത്താന്ന് പറയും. അപ്പൊ മനസ്സിലെ ഒഴുക്കുള്ള സമയം ആദ്യം ആ ഫസ്റ്റ് വീക്കിൽ ഒരു അലക്കിയ സമയത്ത് ഗഡികള് കുട്ടിയൊരു നടന്ന് കൊടുത്തോന്നിട്ടേ. പക്ഷെ ഈ വെള്ളത്തിൽ തള്ളൊന്നും നടക്കാൻ പറ്റില്ല. അതിന്റെ ഇടയിൽ എങ്ങനെ പോയി പണി അല തട്ട പിടിക്കും. ആ പാലാണെങ്കിൽ ഇത്തിരി താന്നിട്ട് വേണം അടിച്ചിട്ട് 1.5 മണിക്കൂറാ. കുഴപ്പമില്ല. രീതിയിലേക്കാ പോണെന്ന് വെച്ചാൽ ആ വട്ടം ഉണ്ട് അവിടെ, പണ്ടത്തെ വട്ടം. സ്ഥലം നോക്കാനാ നമ്മളെ സ്ഥലമാണല്ലോ അല്ലേ, തീരുന്നില്ലല്ലോ ഇത്. 2 ഉണ്ട് അവിടെ. ഒന്ന് താണിക്കുടമ്പുഴയുണ്ട്, ഇറിഗേഷൻ വേറെ വരുന്നുണ്ട്. തോടിൻ്റെ അത് ഒരു ശരവര കുറച്ചുകൂടെ കട്ടയും ഇപ്പുറത്ത് കഴിഞ്ഞ് ചെമ്പുക്കാവും ഇതൊക്കെ കൂടി മിക്സ് ആണ്. പിന്നെ അതേപോലെ തന്നെ ഈ ഏവനൂരില്ലേ, ഏവനൂര് കുറച്ച് അങ്ങടി. അപ്പൊ അത് കൂടെ പോകുമ്പോ ഇങ്ങനെ അടി ഇങ്ങനെ തിളങ്ങി അപ്പുറത്തെ വഴി കുറ്റിയങ്കാവ് വഴി പോകണല്ല, മറ്റേ ഇതിലടി പോകണല്ല. അപ്പോ അങ്ങനെ ഇവിടെ ശ്രദ്ധിക്കാത്തത് കൊണ്ടാണ്. അപ്പൊ അത് ഉള്ളപ്പോ എന്താ വെച്ച് കഴിഞ്ഞാൽ ഒന്ന് സ്ട്രൈറ്റ് വെള്ളപ്പാലത്തിലേക്ക് കവർ ചെയ്യും. നല്ല രസം. അപ്പൊ അതേപോലെ തന്നെ റെയിൽവേ ഇതിൽ കൂടെ പോകും. പാമ്പൂര് പാലത്തിന്റെ അവിടെ ഒരു ചീപ്പുണ്ട്.
അതിൽ കൂടെയാണ് പാടൊന്നും കാണില്ലല്ലോ. ആ ചീപ്പ് ഏകദേശം സാധനം വലിച്ചു പാടല്ല, വീടാണ്. എന്നിട്ട് പട്ട കിട്ടിയൊക്കെ ഉണ്ടെങ്കിൽ അത് കൊടക്കമ്പി ഞാൻ കണ്ടിട്ടുണ്ട്. എങ്ങനെ ഒരു വണ്ട കൊടക്കമ്പിയാ, അത് നല്ല ബലത്തിലുള്ള കൊങ്ക. അത് ഈ പട്ടയൊക്കെ വലിച്ചിട്ട് എടുക്കണമെങ്കിൽ ഏകദേശം കൈന്റെ വലിപ്പം നല്ല നീളത്തിലിട്ടിട്ട് കണ്ടില്ലല്ലോ ഈ വഴി. ഈ സാധനം ഇട്ടിട്ട് ഇങ്ങോട്ട് വലിക്കും. അപ്പൊ ഇതൊക്കെ ഇങ്ങോട്ട് പോരും. എന്നിട്ട് ആ വെള്ളം അവിടെ നിന്ന് തുറന്ന ഷെറ എന്നൊരു തുള്ളി വെള്ളം അവിടെ ഇല്ല. ചീപ്പ് തുറന്ന അങ്ങനെയാണ് സിസ്റ്റമായിരുന്നത്. ഇപ്പൊ ആ കഴിഞ്ഞിട്ട് പള്ളയിലേക്ക് പോണതാണ്. നമ്മുടെ വെള്ളത്തെ ആ വഴിക്ക് ശരിക്കും ഫസ്റ്റ് പോണ ആ വഴിക്കാണ്. അത്യാവശ്യം സ്പേസുകൾ നല്ല രസമാണ്. അങ്ങനെ കുറെ കാര്യങ്ങളൊക്കെ വന്നു. മേഘാണ് പോണത്, പച്ച കളറ്. അമ്പോ പൊളിച്ചു സ്ഥലം, പൊന്തി പൊന്തി ഒമ്പോ. ഞങ്ങളൊരു കൊല്ലം ഒരു 8-ലാണോ അതോ 9-ലാണോ എന്നറിയില്ല, ഞങ്ങള് ദയ ഹോസ്പിറ്റലില് അന്ന് കളിമണ്ണ് എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളുടെ പുറകുവശത്ത് കളിമണ്ണ് എടുത്തോണ്ടിരിക്കുകയാണ്. എന്നിട്ട് ദയയുടെ സൈഡിൽ കുത്തി നിറച്ച് എടുക്കേണ്ട ഇടയിൽ കേസായി പ്രശ്നമായി. മൈനിങ്ങിൻ്റെ ആൾക്കാർ അത് ഇത്. അപ്പം അന്ന് കോരാന്ന് അങ്ങോട്ട് പറഞ്ഞിട്ട് ഒരാളങ്ങടാന്ന് തോന്നുന്നത്. അതിൻ്റെ മെയിനാണ് ആൾ നല്ല കാശ് പണിയുന്ന ആളാണ്. ബ്ലോക്ക് വരാതിരിക്കാനും പിന്നെ ഈ ടയർ മണ്ണ് നിലത്ത് മുട്ടി കഴിഞ്ഞാലും പണിയാണ്. അപ്പം സെർച്ച് വരും. അപ്പം അതിനൊക്കെയുള്ള ഓരോ പണികൾ ചെയ്യാൻ വേണ്ടിയുള്ള ആൾക്കാരുണ്ട്. അപ്പോൾ നിതീഷേട്ടാ അപ്പുറത്ത് തെന്നങ്കാട് എന്നാ പറയാം. നിങ്ങൾ ഒരു കാര്യം ഞങ്ങൾ പറഞ്ഞു സ്റ്റേറ്റ് ചെയ്തു. അപ്പോൾ കോവൻ ചിന്തിച്ചപ്പോൾ നിങ്ങൾക്ക് ഇത് ചെയ്യാൻ പറ്റുമോ, വണ്ടി സാധനങ്ങളൊക്കെ ശരിയാക്കി തരാം, നിങ്ങളത് മേൽനോട്ടം നോക്കി ചെയ്യാൻ പറ്റുമോ? പിന്നെന്താ, ഞങ്ങൾ ഒരു മീറ്റിംഗ് വിളിച്ചിട്ട് ഞങ്ങൾ കുറേ കൂട്ടുകാർ അവിടെ ഇരുന്നൊരു സാധനങ്ങൾ ഡീൽ ചെയ്തു. ഞങ്ങൾ പൊക്കിളിൻ്റെ ഗടികളെ വിളിച്ച് പറഞ്ഞു. സേലത്തുള്ള 2 ഗടികൾ നല്ല സൂപ്പർ ഗടികളാണ്. അപ്പോൾ ആ ഒരു കണ്ടീഷനിൽ ഞങ്ങൾ എന്ത് ചെയ്തു, ചാക്കുള്ള ഡോക്ടർ അവിടെ നിന്ന് തുടങ്ങി 2 എണ്ണം അവിടെ ഷോർട്ട് കട്ടാ കാലത്തല്ലേ ശനിച്ചല്ലേ അല്ലേ നല്ല ബീഫ് അതായിരിക്കണം. ഞങ്ങളവിടെ പണി തുടങ്ങി. അപ്പോൾ ചില ആളുകളുണ്ടല്ലോ, ഈ സ്ഥലം കയ്യേറിയ ആൾക്കാർ വന്നിട്ട് തിക്കും തിരക്കുണ്ടാക്കും. അപ്പൊ വേറൊന്നുമില്ല, ഈ കളിക്കണേ കണ്ടമാനം പറമ്പും മാന്തിട്ടേ വാഴ വെട്ടിയിട്ട് അതിന്റെ മുകളിൽ തിരിച്ച് മണ്ണ് കയറ്റി പിന്നെ വെള്ളം കയറി പോവല്ലേ. അങ്ങനെ നേരെ ഒരാള് തിക്കും തിരക്കായി ലകളി. അപ്പൊ അപ്പുറത്തെ ആള്. അപ്പൊ ഞങ്ങള് പറഞ്ഞു സംഭവം ഈ സാധനം ഇവിടുന്ന് കിട്ടും. ആ പദത്തിൽ പൊന്തിയതാണേ. അപ്പൊ എന്നിട്ട് തിണ്ടിടിപ്പിച്ചു. ഏത് അരുവശമാ ചെറുതുണ്ട്, പക്ഷെ മണ്ണ് കോരിട്ട് തിണ്ട്. അപ്പൊ അത്യാവശ്യം ഒരു ജീപ്പ് പോലുള്ള വീതി പണ്ടുണ്ട് എന്നാണ് പറയണത്. ഏത് 2ന്റെയും അരുവശങ്ങളില് ഇറിഗേഷന്റെ ഉണ്ടെന്ന് ജീപ്പ് പോണത്. പിന്നെ പണ്ട് ആൾക്കാർ എന്താ വെച്ച് കഴിഞ്ഞാൽ മോട്ടോർ ഷെഡുകളൊന്നും അനുവദിക്കില്ല. ഏത് കേസും കൂട്ടൊക്കെ ആയിട്ട് പ്രശ്നമെന്ന് വെച്ചാൽ തോടിന്റെ ഒരു കരയില് 2 കരയിലും ഇതൊന്നും പാടില്ല എന്നാണ് നിയമം. അന്നൊക്കെ അങ്ങനെ ഉണ്ടായിരുന്നു. പിന്നെയൊക്കെയല്ലേ ഓരോ നിയമങ്ങൾ മാറി വന്നപ്പോഴാണ് ഇതൊക്കെ വെച്ചു തുടങ്ങി. അപ്പോൾ ഓരോരുത്തരും മോട്ടോർ ഷെഡ് വെച്ചിട്ടും പിന്നെ അങ്ങനെ ഈ സാധനം കംപ്ലീറ്റ് അങ്ങ് അടിച്ചു പൊളിച്ച് അവിടെ നിന്ന് ഇവിടം വരെ ചെയ്തു. അപ്പോൾ ഈ പറഞ്ഞ സ്ഥലത്ത് മലമ്പാമ്പ് എന്ന് പറഞ്ഞ സ്ഥലത്ത് ചെന്നെത്തിയപ്പോൾ ഞങ്ങൾക്ക് പേടിയിട്ടായിരുന്നു. അപ്പോൾ അവനോട് ഞങ്ങൾ പറഞ്ഞു, നീ ശ്രദ്ധിച്ചിട്ട് ചെയ്യണം, വളരെ ഇതായിരിക്കണം. ഞങ്ങൾ കുറച്ചും കൂടി ആൾക്കാരെ കോഴിക്കോട് ഉണ്ടായിരുന്ന ആളാണ് എഞ്ചിനീയറിംഗിൻ്റെ ഫ്രാൻസിസ് എന്ന് പറയും. അങ്ങേരെ വീട് നാടൻ സ്റ്റൈൽ വീടാണ്, ഇഷ്ടിയൊക്കെ വെച്ചിട്ട്. അതായത് നമ്മുടെ ഒരു പ്രകൃതി ഭംഗിയായിട്ടുള്ള ഒരു വീടെന്ന് പറഞ്ഞേക്കുന്നത്. ഫുള്ള് മാംഗോ സ്റ്റൈനാണ്. ഡ്രിപ്പ് ചെയ്തിട്ട് ഇങ്ങനെ വെള്ളം പോവുക. അങ്ങോട്ട് കിടക്കണമെങ്കിൽ ഈ സാധനം കെട്ടിക്കണം. അതായത് പൈപ്പ് ലൈൻസ് അങ്ങോട്ട് കിട്ടിട്ടെ. നമ്മുടെ ഒരു കൂട്ടുകാരെ ഇലക്ട്രീഷ്യൻ ഉണ്ട്. അത് പോയിട്ട് ഞങ്ങൾ സംസാരിച്ചു, ഫ്രാൻസിസ് ആ പാലം വരാത്തണെങ്കിൽ ഇപ്പോൾ ഫ്രാൻസിസ് ആയാലും നടക്കില്ല. മങ്ങാട് വഴി കയറി അല്ലേ, മറ്റേ അപ്പോൾ നമ്മുടെ ഇവിടേക്ക് കയറും, അമ്പലത്തിൻ്റെ ഇടയ്ക്ക്, നെല്ലുവായി അമ്പലത്തിൻ്റെ ഇടയ്ക്ക്. അങ്ങനെ നേരെ ഫ്രാൻസിസേട്ടനെ കണ്ടു. ഫ്രാൻസിസേട്ടൻ നല്ല മനുഷ്യനാണ്. നിങ്ങൾ എന്താണ് ചെയ്തോളാം. ഞങ്ങൾ പറഞ്ഞു ഈ കട്ട് ചെയ്ത പൈപ്പ് അതേപോലെ തന്നെ ഞങ്ങൾ ജോയിൻ ചെയ്ത് തരാം.
ഒരു 2 ഡേയ്സിന്റെ ഗ്യാപ്പിന്റെ ഉള്ളിൽ അത് കാര്യങ്ങൾ ക്ലിയർ ചെയ്യാം. പക്ഷെ ഞങ്ങൾ അങ്ങോട്ട് കടന്നാൽ അപ്പൊ ഞങ്ങൾ കണക്ട് ചെയ്ത് തരും. അത് കഴിഞ്ഞാൽ പിന്നെ വീണ്ടും ഒന്ന് വരും എന്ന് പറഞ്ഞിട്ട് ഈ ജോയിന്റർ ഇട്ടിട്ട് ലോക്കടിച്ച് സംഗതി ഇട്ടു. ഞങ്ങൾ വണ്ടി കടത്തി. ആ വണ്ടി കടത്തണം നേരത്ത് ഇറിഗേഷന്റെ കാനിയുണ്ട് ഇങ്ങനെ. ഈ ഇറിഗേഷൻ കാനി വന്ന് ഇങ്ങനെ നിൽക്കണം. താണിക്കൂടെ മഴ വന്ന് ഇങ്ങനെ വളഞ്ഞിട്ട് നിൽക്കുക റാ പോലെ. ഈ ജോയിന്റില് ഞങ്ങൾ അങ്ങോട്ട് കിടക്കാൻ വേണ്ടി മണ്ണ് മാന്തി അവിടുന്ന് ഇവിടുന്ന് മാന്തി ഏകദേശം ലെറ്റർ കൊടുത്തിട്ടാണ് ചെയ്യുന്നത്. അല്ലെങ്കിൽ നമ്മള് അഴിയണ്ടി വരും. നമ്മള് ചവിട്ടിന്റെ ഒരു പാലത്തിൽ നിന്നുള്ള വെള്ളം കണ്ടില്ലേ ഇറിഗേഷന്റെ, അത് ആ സൈഡിൽ കൂടെ ദയയുടെ ബാക്കി കൂടെ പോണത് ഇതിലേക്ക് ജോയിന്റ് ചെയ്യണത്. അപ്പൊ അങ്ങനെ ആ അതില് മണ്ണിട്ട് വഴിക്കില്ലേ ആനയിലെ കളർ കാണണം. കറുത്തിട്ട് മീനുകളൊക്കെ ചത്തുപൊന്തി തുടങ്ങി. ദയക്കാരെ വേസ്റ്റ് മുഴുവൻ അരിക്കടിങ്ങനെ. രാത്രിയാകുമ്പോഴേ വലിയ പൈപ്പ് ഇടും. വലിയ പൈപ്പ് ഉള്ളിൽ നിന്ന് ഇങ്ങനെ കൊടുത്തിട്ട് ഇങ്ങനെ കയറ്റി വയ്ക്കും. എന്നിട്ട് ഈ സാധനം മുഴുവൻ പുറത്തേക്ക് അടിക്കും. പുറത്തേക്ക് അടിക്കും. കാലത്ത് നോക്കുമ്പോഴോ അപ്പൊ അകത്ത് സാധനം ഇങ്ങനെ ഒരു സാധനം ഉപയോഗിച്ചു എന്നറിയില്ല. ആ മണ്ണിട്ട വഴിക്ക് അസാധ്യം ഇതുണ്ടാവും. ഇത് എന്താ പറയാ മുണ്ടത്തി, പിന്നെ ഏത് എങ്ങനെ മുടിയിലായാലും നിൽക്കണ സാധനമാണ് ഈ കരിപ്പിടി എന്ന് പറഞ്ഞ സാധനം. എത്ര ചെളിയിൽ നിന്നും ഇവൻ വരെ വായു വലിച്ചിട്ട് ഇങ്ങനെ കള്ളുടിച്ച ആൾക്കാരെ പോലെ ഇങ്ങനെ വെള്ളത്തിൽ ഇങ്ങനെ നടന്നുകൊണ്ട് പോവുക. പക്ഷെ നമുക്ക് പിന്നെ നിർത്തിയില്ലല്ലോ. അപ്പൊ നമ്മുടെ കൂട്ടുകാരൻ ഫിഷർമാനാണ്. ആൾക്ക് ബോട്ടൊക്കെ ഉണ്ട്. അതായത് അതില് പുഴയില് ബോട്ട്, ഫൈബറിന്റെ ബോട്ട് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ആള് ഇടയ്ക്ക് പോയിട്ട് കുരുത്തിയൊക്കെ ഇട്ടിട്ട് അവിടെ നിന്ന് സാധനങ്ങൾ പിടിക്കലും പരിപാടിയൊക്കെ ഉണ്ട്. നല്ല ഈ മഴക്കാലത്ത് നോക്കി കഴിഞ്ഞാൽ അവിടെ നിന്നുള്ള വെള്ളം ഇങ്ങോട്ട് കയറി വരുമ്പോ അസാധ്യ വാളയുണ്ടാവും. സൂപ്പർ വാള. ഒരു 25 കിലോ 15 കിലോ 10 കിലോയുടെയൊക്കെ വാള ഇങ്ങോട്ട് കയറി വരും ഫ്രഷ് വാട്ടേഴ്സിൽ. അപ്പോ ഈ സാധനമൊക്കെ ആളോടെ പിടിക്കണം. അപ്പൊ അങ്ങനെ നേരെ കൈയോടുകൂടി സംഗതി അതിന്റെ പുറത്തേക്ക് കിടന്നപ്പോ ഫ്രാൻസിസ് ചേട്ടനും വന്നു നോക്കി കാര്യങ്ങളൊക്കെ ചെയ്ത്. ആ ചേട്ടൻ വന്ന് നിങ്ങൾ ചെയ്താണ് ചേട്ടാ ശല്യം എനിക്ക് ബുദ്ധിമുട്ടുണ്ടാക്കേണ്ടിരുന്ന മതിയിട്ടാന്ന് പറഞ്ഞു. വലിയ അപ്പൊ ആള് പറഞ്ഞു ഇത് കുഞ്ഞിക്കണ്ടാണ്, അത് ശരിക്ക് അക്വസേഷൻ ചെയ്ത് കഴിഞ്ഞാൽ എനിക്ക് കൊടുക്കേണ്ടി വരും. അത് ആളൊരു നല്ല മര്യാദയുടെ രീതിയിൽ പറഞ്ഞു. ഇതൊക്കെ പുറമ്പോക്കടാ, ഇതൊക്കെ അന്നത്തെ ഇതില് അപ്പനപ്പന്മാരായിട്ടുള്ള കാര്യങ്ങൾ ഉണ്ടായിരുന്നു. ശരിക്കും കിട്ടും. പക്ഷെ തൊടിലില്ല ഇവർക്ക് തൊടാൻ പേടിയില്ലേ, ചെയ്യില്ലല്ലോ, വർക്കില്ലല്ലോ. ശരിക്കും പിടിച്ചാൽ കുറെ ആ തോട് വീതി നന്നായി വരും. എന്നിട്ട് എന്തിനു പറയണം. ആള് പറഞ്ഞു അതായത് കുഞ്ഞിക്കണ്ടം എന്ന് പറയും ഈ സാധനത്തിന്. നിന്റെ അച്ഛൻ്റെ ഒക്കെ മുമ്പുള്ള സാധനമാണ്. ഇവിടെയൊക്കെ കൃഷിയൊക്കെ കാര്യങ്ങളൊക്കെയാണ് ഇപ്പോഴല്ലേ അത്. എന്നിട്ട് ആള് അതിന്റെ റൈറ്റ് സൈഡ് മുഴുവൻ മാവ് വെച്ചേക്കുക. പല ടൈപ്പ് മാവ് വെച്ചേക്കുക. അൽഫോൺസ, പിന്നെ എന്തൊരു മല്ലിക, നല്ല കൂടുതൽ മാങ്ങ നീളം കൂടിയ ടൈപ്പ് സാധനം. ഈ സാധനം അവിടെ കയറി പാലത്തിന്റെ അടിയിൽ നിർത്തി. പാലം പഴയ കോൺക്രീറ്റ് ഇടിച്ചു കളയാണ്ടേ. അതാണ് ബ്രിട്ടീഷുകാരെ സാധനത്തിന്റെ പവർ. അടിച്ചിട്ട് പോണ്ടേ, ഓളീണണ്ടേ. ചാക്കൊക്കെ ഇല്ലേ, കോൺക്രീറ്റിന്റെ പീസിന്റെ ചാക്കൊക്കെ ഇട്ട സാധനം അതുമൊന്ന് അടിഞ്ഞിട്ട് കിടക്കുക. അടിച്ചു കഴിഞ്ഞപ്പോ അയാൾക്ക് തന്നെ ഇളകി ചെയ്യുന്ന പറയും ചേട്ടാ ഒന്നും വൃത്തിയില്ല ചേട്ടാ. പല സ്ഥലത്തും കണ്ടിട്ട് ഈ സൈസ് എങ്ങനെയെങ്കിലൊക്കെ ചെയ്യാൻ. ഇതിപ്പോ മനസ്സ് വരെ ചാവണമെന്ന് പറഞ്ഞു. നമ്മൾ പൊക്ലിയും കൊണ്ടുവന്നു. പൊക്ലിയും വന്നിട്ട് ഇങ്ങനെ അടിക്കില്ല, ഇങ്ങനെ ടക്ക അടിച്ച തീപ്പാറ്. പിന്നെ പാലം താത്തി പാലം ശരിക്ക് പൊന്തിച്ചു പോണം. അപ്പൊ ശരിക്ക് നിങ്ങളുടെ എരുമപ്പെട്ടി എത്തിയില്ലേ, മങ്ങാട് ജംഗ്ഷൻ. ഇതിപ്പോ കുന്നോള. അപ്പോ അങ്ങനെ ആ സാധനം അവിടുന്ന് ക്ലീൻ ചെയ്ത് ചാക്കോളയുടെ വരെ ഫുൾ ഫിനിഷ് ചെയ്തു. അതിന്റെ ഇടയിൽ കുറെ തെറി അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ കേൾക്കൂട്ടാ. ഓരോ സാധനം ഇവിടുന്ന് കൊണ്ട് അയാൾ കണ്ടു. ആ പോസിന്റെ ഉറപ്പ് നമുക്കറിയാം. അല്ലെങ്കിൽ പോച്ച് പിടിച്ചാൽ പോച്ചോട് കൂടി ഫോട്ടോ എടുക്കാൻ പാടില്ലേ, അങ്ങനെ ഉണ്ടാകാന ശരി. Business lunch. Elevated classics with a
Free Fire India.